കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് സത്യത്തിൽ ബി.ജെ.പി. ഇനിയുള്ള നീക്കങ്ങൾക്ക് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി തന്നെയാണ് കരുനീക്കം ആരംഭിക്കുന്നത്. കാരണം സുരേഷ് ഗോപിക്ക് കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് നന്നായി ബോധ്യമായിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു കൂട്ടം കേരളത്തിലുണ്ട്. ഈ ആത്മവിശ്വാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കളത്തിലിറങ്ങുകയാണ് ബി.ജെ.പി. അടിയുറച്ച CPM ഗ്രാമങ്ങളിൽ നിന്നും വോട്ട് പിടിച്ചെടുക്കും. തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി.ജെ.പി. മുഖം സുരേഷ് ഗോപി ആയിരിക്കുമെന്ന് ബി.ജെ.പി. ഇപ്പോൾ പറയുകയാണ്. എന്തായാലും സുരേഷ് ഗോപിയെ കളിയാക്കാൻ ചെന്നാൽ അതിന്റെ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് പലരും പറയുന്നത്. കാരണം കരിമന്നൂർ വിഷയത്തിൽ സാധാരണക്കാരനോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ സാധാരണക്കാരന് നഷ്ടമായ തുക അത് എന്ത് വില കൊടുത്തും തിരിച്ചെടുത്ത് അത് സാധാരണക്കാരിലേക്ക് തന്നെ നൽകും എന്നൊരു ഉറപ്പ് പറയാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിരുന്നത്. അതായത് നഷ്ടപ്പെട്ട സാധാരണക്കാരുടെ കൂടെ വേണമായിരുന്നു നിൽക്കേണ്ടത്. കരിമന്നൂരിൽ അത് സംഭവിച്ചില്ല. അത് തന്നെയാണ് മുഖ്യമായും പിണറായി വിജയൻ ഒരു തോൽവി അവിടെ നേടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒന്നടങ്കം പറഞ്ഞിരുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരെ കണ്ടെത്തി പണം തിരികെ പിടിച്ച് നിങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതിന്റെ ഒരു പകുതി അംശം പോലും പറയാനുള്ള ധൈര്യമോ തന്റേടമോ പിണറായി വിജയൻ കാണിച്ചിരുന്നില്ല. അത് തന്നെയാണ് തിരിച്ചടിയായി മാറിയത്. ജനവികാരം പ്രകടിപ്പിക്കാനാണ് സുരേഷ് ഗോപി നടന്നത്. അതിനെ വെള്ളം കുടിച്ചുവെന്നും മസിൽ കയറിയുമെന്നും ഒക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ വിപരീത ഫലം ഉണ്ടാകും. ഇടതിന്റെ ഇരിഞ്ഞാലക്കുടയിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് എടുത്ത് നോക്കിയാൽ മാത്രം മതി അതിന്റെ കാതലായ അർത്ഥം മനസ്സിലാകും. സുരേഷ് ഗോപി 1ാം സ്ഥാനത്തും 2ാമത് മുരളീധരനും 3ാമത് സുനിൽകുമാറും തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് A. ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഏഷ്യനെറ്റിലെ ഈ ഒരു ഡിബേറ്റിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. എൻഫോഴ്സ്മെന്റുകാർ വന്ന സമയത്ത് CPM എന്ന നടപടി സ്വീകരിച്ച് അവർ ചെയ്യുന്നത്, ഇവിടെ എൻഫോഴ്സ്മെന്റിനെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ സഹകരണ മേഖലയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് തൃശൂർ ടൗണിൽ വലിയ പ്രതിഷേധ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു, സിമ്പോസിയങ്ങൾ നടത്തി. അങ്ങനെ ഇതിന്റെ കുറ്റം കേന്ദ്ര ഏജൻസികളുടെ മേൽ ചുമത്താനാണ് ശ്രമിച്ചത്. അങ്ങനെയാണ് ജനങ്ങളെതിരായി. സഹകരണ ബാങ്കിലുള്ള തട്ടിപ്പ് ആളുകൾ സഹിക്കും. അതിനുശേഷം ആളുകളുടെ കോമൺ സെൻസിനെ പരിഹസിക്കുന്ന രീതിയിൽ എൻഫോഴ്സ്മെൻറ്റിനെതിരായിട്ട് പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. എന്നിട്ട് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ സഹകരണ മേഖലയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ആരോപിച്ചു. അത്രയും പൊട്ടന്മാർ, അത്രയും മണ്ടന്മാർ, അത്രയും തലയ്ക്ക് വെളിവില്ലാത്ത ആളുകളല്ലോ തൃശ്ശൂർക്കാരെ. അവർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഇടതുമുന്നണിയെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും വലിയ എതിർപ്പുണ്ടായി. ഈ പണം നഷ്ടപ്പെട്ട ആളുകളും അധികം പേര് CPM കാരാണ്, CPM അനുഭാവികളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരാണ്, ഇടതുപക്ഷ സഹയാത്രികരാണ്, സാധാരണക്കാരാണ്, പണം പോയവരാരും കള്ളപ്പണക്കാരല്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ എതിർപ്പുണ്ടായി. ആ സമയത്താണ് സുരേഷ് ഗോപി അവിടെ അവതരിക്കുന്നത്. അദ്ദേഹം കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പദയാത്ര നടത്തുന്നത്. പദയാത്ര നടത്തിയപ്പോഴും മാർക്സിസ്റ്റുകാരും ഈ മറ്റ് ഇടതുപക്ഷ പുരോഗമന ചിന്താധികാരി സുരേഷ് ഗോപിയെ പരിഹസിച്ചു. സുരേഷ് ഗോപി അവസാനമായപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കാലിലെ മസിൽ കയറി, അതുകൊണ്ട് നടപ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കുറേ നടന്നപ്പോൾ അദ്ദേഹം നിന്നുപോയി, അദ്ദേഹത്തിന് കിതച്ചു, അദ്ദേഹം വെള്ളം കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് ട്രോളന്മാർ അദ്ദേഹത്തെ പരിഹസിച്ചു. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കണം, സുരേഷ് ഗോപി ഇത് ചെയ്തത് ഈ പണം നഷ്ടപ്പെട്ട ആളുകളുടെ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരാളെ പരിഹസിക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ വിപരീത വികാരം ഉണ്ടായി. മാത്രമല്ല, പ്രധാനമന്ത്രി ഇവിടെ പ്രചരണത്തിന് വന്നപ്പോൾ അദ്ദേഹവും പറഞ്ഞു, ഈ നഷ്ടപ്പെട്ട പണം ഞങ്ങൾ തിരിച്ചു പിടിക്കും, അത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യും. അത് മതിയല്ലോ. ആ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ വോട്ടിൻ്റെ കണക്കൊന്ന് നോക്കിയാൽ മതി. അവിടെ സുരേഷ് ഗോപിക്ക് എത്ര ലീഡ്? 2ാം സ്ഥാനത്ത് മുരളീധരനാണ്, 3ാം സ്ഥാനത്ത് സുനിൽകുമാറായി. ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആണ് ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് BJP സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്ത് എത്തുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായി പോവുകയും ചെയ്താൽ അതിൻ്റെ സന്ദേശം വളരെ വ്യക്തമല്ലേ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFനെ തോൽപ്പിച്ച കേരളത്തിലെമ്പാടുമുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അത് തൃശ്ശൂർ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിന് പുറമെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഡഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും അതിനുശേഷം തൃശ്ശൂർ പൂർവ്വമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ വരും. അപ്പോൾ അങ്ങനെയാണ് അവിടെ LDF സ്ഥാനാർത്ഥി, ഒരിക്കലും തോക്കാൻ പാടില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു. LDF ഈ നിർത്തിയ സ്ഥാനാർത്ഥി 20 സ്ഥാനാർത്ഥികളിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥി തോറ്റുപോയത്. പക്ഷേ ഇത് കേവലം രാഷ്ട്രീയത്തിനപ്പുറത്ത് മറ്റ് പല മാനങ്ങളും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. അതല്ല ഇവിടുത്തെ വിഷയം. ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ
അവരോട് സർക്കാരിന് എന്ത് സമാധാനം പറയാനുണ്ട്? അവർക്ക് നഷ്ടപ്പെട്ട പണം എങ്ങനെ തിരിച്ചു കൊടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? പാർട്ടിയിലെ ചില നേതാക്കന്മാരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതുകൊണ്ട് കാശ് നഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് വിചാരിക്കുക. അതുകൊണ്ടും നഷ്ടപ്പെട്ട കാശ് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത് തിരിച്ചു കൊടുക്കാനായിട്ട് എന്ത് നടപടി സ്വീകരിക്കും?